ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് അജീഷിൻ്റെ ബന്ധുവായ ബേബി പണിച്ചീലിനോടാണ് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ളത്. ശ്രീ ബേബി, ഈ അജീഷിൻ്റെ മരണം നടന്ന സമയത്ത് വനം വകുപ്പും സർക്കാരും ചില ഉറപ്പുകൾ നൽകിയിരുന്നല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ 50 ലക്ഷത്തോളം വരുന്ന ധനസഹായം, പിന്നെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു, മക്കളുടെ പഠനം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരുന്നു, കടം എഴുതിത്തള്ളുമെന്ന് പറഞ്ഞിരുന്നു. ഈ വാഗ്ദാനങ്ങളൊക്കെ നൽകിയ ശേഷം വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് പാലിക്കപ്പെട്ടിട്ടുള്ളത്? എന്ത് കിട്ടി അജീഷിന്റെ കുടുംബത്തിന്? ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. 10 ലക്ഷം രൂപ കിട്ടി. 50 ലക്ഷം രൂപയാണ് ഞങ്ങളോട് എഗ്രിമെൻ്റ് വെച്ച് പറഞ്ഞേക്കണത്. 50 ലക്ഷം രൂപ പിള്ളേരുടെ പഠിത്തത്തിനുള്ള പൈസ പൂർണ്ണമായിട്ടും കട എഴുതി തള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 50 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കട എഴുതി തള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥിരം ജോലിയാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്കടെ ഡെയിലി വേസിനല്ല പറഞ്ഞത്, ഞങ്ങൾക്ക് സ്ഥിരം ജോലി തരാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് എഗ്രിമെൻ്റ് തന്നിട്ടുണ്ട്. ജഗാരൻ ജില്ലാ സെക്രട്ടറി എന്നോട് പറഞ്ഞത്, ജഗാരൻ പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് തുല്യമാണെന്നാണ് പറഞ്ഞത്. ജഗാരൻ പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. ഈ 10 ലക്ഷം രൂപയാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വില. ഇവർ അവിടെ AC-യിലിരുന്നിട്ട് പറയണതല്ല ഇത് കളി. വരട്ടെ ഇവിടെ കൃഷിക്കാരുടെ അടുത്തേക്ക്. ആനേനെയും ഈ കുരങ്ങിനെയും പന്നീനെയും എല്ലാത്തിനെയും അവർ പിടിച്ചു വെക്കട്ടെ. ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പൈസ തന്നിരിക്കണം. തന്നില്ല ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ നിയമ നടപടിക്ക് പോകും. കടമെഴുതി തള്ളണം, കൊച്ചിന് ജോലിയും കൊടുക്കണം, അർജൻറ്റായിട്ട് ജോലി കൊടുക്കണം. കൊടുത്തില്ല ഞങ്ങൾ സമ്മതിക്കില്ല. ഇവർ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ പോരാ. ഞങ്ങൾക്ക് 50 ലക്ഷം എന്ന് പറഞ്ഞാൽ 50 ലക്ഷവും കിട്ടണം. ഇല്ല ഞങ്ങൾ നിയമ നടപടിക്ക് പോകും. മന്ത്രിമാരവിടെ ഇരുന്ന് പറഞ്ഞാൽ പോരാ. ജഗാരൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞതിന് തുല്യമെന്നാണ് പറഞ്ഞത്, എന്നോട് പറഞ്ഞത്. ആ ജഗാരൻ എവിടെ പോയി? ഇപ്പം എത്ര ആളെ കൊന്നു ഇവിടെ? ഈ ആഴ്ച തന്നെ 4 ആളെ കൊന്നു. 10 ലക്ഷം രൂപ കൊടുത്താൽ പോരാ, അവരെ കുടുംബം നോക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ അത്താണിയാണ് പോയത്. ഞങ്ങൾക്ക് കിട്ടേണ്ട പൈസ കിട്ടിയിരിക്കണം, ഉടനെ തന്നെ കിട്ടണം. അവിടെ ഇരുന്നാൽ പോരാ. ഇവർക്ക് മാസം തോറും ശമ്പളം കൂട്ടണുണ്ടല്ലോ. ഈ മന്ത്രിമാർക്കും MLA-മാർക്കും കോടികളും ലക്ഷങ്ങളല്ലേ ശമ്പളം വന്നത്. ഞങ്ങൾക്ക് എന്താ വന്നത്? കൃഷിക്കാർക്ക് ഇവിടെ എന്ത് കൊടുക്കണുണ്ട് ഇവർ സർക്കാർ? ഞങ്ങൾക്ക് എഗ്രിമെൻ്റ് തന്നിട്ടുണ്ട്, ഇന്നതൊക്കെ തരാമെന്നും പറഞ്ഞ്. അത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും MLA അടക്കം ഒപ്പിട്ടേക്കണതാ. ജഗാറിന് ഒപ്പിട്ടിട്ടുണ്ട്, എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടേണ്ട പൈസ കിട്ടിയിരിക്കണം. ആ കുടുംബം നോക്കണം ഞങ്ങൾക്ക്. ഇവർ 10 ലക്ഷം വെച്ചേച്ച് ഇപ്പം ആന കൊന്നു കഴിഞ്ഞാൽ 10 ലക്ഷം അവിടെ എഴുതി വെച്ചാൽ പോരാ. ഒരു മനുഷ്യൻ്റെ ജീവന് 10 ലക്ഷം അല്ലല്ലോ ഉള്ളത്. ഇവർക്ക് മാസം തോറും ശമ്പളം കൂട്ടണില്ലേ? ഇവർ ശമ്പളം കുറയ്ക്കട്ടെ, എന്നിട്ട് കൃഷിക്കാർക്ക് കൊടുക്കട്ടെ. ഇവർക്ക് എന്നതിന് ലക്ഷങ്ങളും 1.5 ലക്ഷം 2 ലക്ഷം എന്നതിന് ശമ്പളം. ഇവിടെയുള്ള കൃഷിക്കാരന് ഒരു 1200 രൂപ കൊടുക്കണേന് എത്ര ആളെ മുട്ടുകുത്തണം? ഉദ്യോഗസ്ഥന്മാരും പിന്നെ ഈ ഭരണക്കാരും കൂടെ കൃഷിക്കാരെ ശരിക്ക് വലയ്ക്കുക. പറ്റൂല ആ പണി. എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കണം. അല്ല ശ്രീ ബേബി, എനിക്ക് തോന്നുന്നത് ആദ്യഘട്ട സഹായം എന്ന നിലയിൽ 10 ലക്ഷം രൂപയാണ് കുടുംബത്തിന് നൽകിയത് അല്ലേ? 50 ലക്ഷം രൂപയായിരുന്നു വാഗ്ദാനം. പിന്നെ ബേബി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിന് ഒരാൾക്ക് ജോലി കൊടുക്കും, ഒരാൾക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു, മക്കളുടെ പഠനം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു, കടം എഴുതി തള്ളുമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് ഇപ്പോൾ എല്ലാം കടലാസിലുണ്ട്, വേണമെങ്കിൽ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞല്ലോ. ഇതിനിടയിൽ നിങ്ങൾ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങിയോ? ഈ കാര്യങ്ങൾ എന്തായി എന്ന് കളക്ടറോട് അന്വേഷിച്ചോ? യാതൊരു സംശയവും ഇല്ല. ഞങ്ങൾക്ക് കിട്ടാമെന്ന് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞ് തന്നിരിക്കണം. ഞങ്ങൾക്ക് എഗ്രിമെന്റ് വെച്ചേക്കണം. ഇവര്
ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് തന്നില്ല, ഞങ്ങൾ കോടതിയിൽ പോകും. അത് ഗ്യാരണ്ടി തന്നെയാ, സംശയമൊന്നുമില്ല. അല്ല, ഈ നിങ്ങൾ ഇതിനു വേണ്ടി ഒരു ശ്രമം നടത്തിയോ? പ്രത്യേകിച്ച് കുട്ടികളുടെ പഠനം, അതായത് കുട്ടികളുടെ പഠനവും കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും, അതായിരുന്നല്ലോ ബേബി ആദ്യം വേണ്ടിയിരുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചോ ഈ ഒരു വർഷത്തിനിടയിൽ? ജോലിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ഡെയിലി വൈസിനെ കിട്ടുകയുള്ളൂ പോലും. ഞങ്ങളോട് ഡെയിലി വൈസൊന്നല്ല പറഞ്ഞേക്കണേ, ഞങ്ങളോട് സ്ഥിരം ജോലി വേണമെന്നാണ് പറഞ്ഞേക്കണേ. സ്ഥിരം ജോലി തരാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞേക്കണേ. അല്ലേ ഞങ്ങൾ അന്ന് അവിടെ നിന്ന് എടുക്കൂല, അവർ പുഴുങ്ങി തിന്നേണ്ടി വന്നേനെ. ഞങ്ങളുടെ കൊച്ചിനെ അവിടെ വെച്ചേനെ ഞങ്ങൾ. അതിനും ഗ്യാരണ്ടി ആയിട്ട് തന്നെ പോയത് അവിടെ. അവർ പറഞ്ഞത് കൊണ്ട് അങ്ങനെ എഗ്രിമെൻ്റ് തന്നുകൊണ്ട് എടുത്താ, അല്ലെന്നൊരു അവർ തന്നെ തരേണ്ടി വന്നേനെ. അവർ പുഴുങ്ങി തിന്നുമല്ലാതെ ഞങ്ങളെ എടുക്കൂലായിരുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ വിഷമമുണ്ട്. ഞങ്ങളുടെ കൊച്ചു മരിച്ചാലും ഞങ്ങൾക്ക് വിഷമമുണ്ടെന്നേ. ഒരു കുടുംബമാണ് പോയേക്കണേ. അവൻ്റെ അമ്മയാണ് തളർന്നു കിടക്കണു, പറക്ക വയ്ക്കാത്ത മക്കളും. പിന്നെ ആര് നോക്കും അവരെ? സർക്കാർ പറഞ്ഞ പൈസ ഞങ്ങൾക്ക് തരണം. തരാതെ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ നിയമ ശരി ബേബി, ഞാൻ താങ്കളിലേക്ക് വരാം.